വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറ റോഡിൽ ഗ്രാമ്പയിൽ തോട്ടിൽ പഴകിയ മത്സ്യം നിക്ഷേപിച്ചതായി പരാതി. പ്രദേശവാസികൾ നിത്യോപയോഗത്തിനായി ആശ്രയിക്കുന്ന തോട്ടിലാണ് പഴകിയ മത്സ്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. പീരിമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലേക്ക് പോകുന്ന പ്രധാന പാതയോട് ചേർന്നൊഴുകുന്ന തോട്ടിലാണ് പഴകിയ മത്സ്യം നിക്ഷേപിച്ച തോട് മലിനമാക്കിയിരിക്കുന്നത്. പ്രദേശവാസികൾ നിത്യോപയോഗത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളിൽ പഴകിയ മത്സ്യം നിക്ഷേപിച്ചതോടെ കുളിക്കുന്നതിനും വസ്ത്രം അലക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പഞ്ചായത്തിൽ 15-ാം വാർഡ് ഗ്രാമ്പയിൽ ഇവിടെ പാലത്തിന്റെ അടുത്തായിട്ട് പഴകിയ മീൻ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് അലക്കാനും കുളിക്കാനും വെള്ളമില്ലാത്ത സ്ഥലത്ത് ദൂരെയുള്ളവരെല്ലാം ഇവിടെ വന്നാണ് അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു ബുദ്ധിമുട്ടാണ്. അതിനാൽ പഞ്ചായത്ത് ഇതിന് തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രദേശത്തു കൂടി പെട്ടി ഓട്ടോറിക്ഷയിൽ മത്സ്യവില്പന നടത്തുന്നവരാണ് ഉപയോഗശൂന്യമായ പഴകിയ ചീഞ്ഞ മത്സ്യം തോട്ടിൽ നിക്ഷേപിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഗ്രാമ്പി 15-ാം വാർഡാണ്. 15-ാം വാർഡിൽ മീൻ കച്ചവടക്കാർ വന്ന് പെട്ടി ഓട്ടോയിൽ വന്ന് ചീഞ്ഞ മീനൊക്കെ നടുവെള്ളത്തിനകത്ത് ഇട്ടച്ചു വരികയാണ്. ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലക്കുന്നത്, കുളിക്കുന്ന വെള്ളമാണിത്. റിസോർട്ടിൽ പോലും ഈ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ പെട്ടി ഓട്ടാൽ കൊണ്ടുവന്ന് മീനൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കാലമായി ഈ പ്രവണത തുടരുന്നതായും നാട്ടുകാർ പറയുന്നു. വേനൽ കടുത്തതോടെ ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പഴകിയ മത്സ്യം നിക്ഷേപിച്ച തോട്ടിൽ കുളിക്കുവാനും വസ്ത്രം അലക്കുവാനും കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും ഇതുവഴി ദുർഗന്ധത്താൽ നടന്നു പോകാൻ പോലും കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടൊപ്പം പഴകിയ മത്സ്യം നിക്ഷേപിച്ച ജല മലിനീകരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.